സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ആൾ. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ആണ്. MES 001 ആണ് നമ്മുടെ സബ്ജക്ട് കോഡ്. ബ്ലോക്ക് 1ന്റെ അകത്ത് യൂണിറ്റ് 1 എഡ്യൂക്കേഷൻ ആസ് ആൻ ഓപ്പറേഷണൽ ആസ്പെക്ട് ഓഫ് സൊസൈറ്റി ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻട്രോ തന്നപ്പോ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഐഡിയ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഓപ്പറേഷണൽ ആസ്പെക്ട് എന്ന്, അല്ലെ? എന്തായിരിക്കും ഒരു ഓപ്പറേഷണൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ, നമ്മള് സൊസൈറ്റിയിൽ പഠിത്തം കൊണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനാണ് എഡ്യൂക്കേഷൻ ആസ് ആൻ ഓപ്പറേഷണൽ ആസ്പെക്ട് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ പഠിക്കുന്ന തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല, ആ പഠിക്കുന്ന തിയറി നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് എഡ്യൂക്കേഷൻ ആസ് ആൻ ഓപ്പറേഷണൽ ആസ്പെക്ട് എന്ന് പറയുന്നത്, അല്ലെ? അതിന് വിദ്യാഭ്യാസം വളരെ പ്രധാനമായൊരു റോളാണ് സൊസൈറ്റിയിൽ പ്ലേ ചെയ്യുന്നത്. നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം, നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാം, നമുക്ക് പുതിയ പുതിയ വാല്യൂസ് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമ്മൾ പഠിക്കും. കാരണം നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീങ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ സ്കൂളിലും കോളേജുകളിലും ഒക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അറിവ് കൂടുന്നു, നമ്മുടെ കഴിവുകൾ കൂടുന്നു, അല്ലെ? നമുക്ക് ബേസിക് ആയിട്ട് ഒരു കഴിവ് ഉണ്ടാവും, ആ കഴിവ് നമുക്ക് കൂടുന്നു. എങ്ങനെയാണ് ആ കഴിവ് കൂടുന്നത്? ടീച്ചേഴ്സ് പ്രോപ്പറായിട്ട് ട്രെയിനിങ് തരുന്നു, പിന്നെ വാല്യൂസ് പറഞ്ഞു തരുന്നു, അല്ലെ? ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെ? നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സ്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ വാല്യൂസ്, അവരുടെ സംസ്കാരം, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഹാബിറ്റ്, അല്ലെ? ഒരു ജീവിത രീതി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വിദ്യാഭ്യാസം കൊണ്ട്, അല്ലെ? ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അല്ലെ? നമ്മുടെ ഓരോ ഡേ ടു ഡേ റുട്ടീൻ ചെയ്യുന്നു, കറക്റ്റ് സമയത്ത് സ്കൂളിൽ ചെല്ലുന്നു, അല്ലെ? അപ്പം നമ്മളൊരു ഹാബിച്വൽ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറാനായിട്ട് എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാബല്യത്തിൽ എങ്ങനെ വരുത്താം എന്നുള്ള ഒരു പ്രോസസ്സാണ് ഓപ്പറേഷണൽ ആസ്പെക്ട് ആയിട്ട് മാറുന്നത്. അതായത് അതെങ്ങനെ ഓപ്പറേഷനിൽ കൊണ്ടുവരാം, പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, അതിന് എഡ്യൂക്കേഷൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മളെ അറിവ് വർദ്ധിപ്പിക്കാനും, കഴിവ്, വാല്യൂസ്, തിങ്കിങ്, അല്ലെ, ചിന്തിക്കുന്ന രീതി, നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, ഇതിനെല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റും. എന്താണ് ഈ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്? നമ്മൾ പഠിക്കുന്ന തിയറി സിലബസിന് പുറമെ നമ്മൾ പഠിച്ച, നമുക്ക് അറിയാവുന്ന നമ്മുടെ അറിവുകൾ എങ്ങനെ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താം എന്ന് നമുക്ക് എഡ്യൂക്കേഷൻ പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഞാൻ എക്സാമ്പിള് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞു, അല്ലെ? എഞ്ചിനീയർ പഠിക്കുന്നു, തിയറിറ്റിക്കൽ കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെ? അവരതെങ്ങനെയാ പ്രാക്ടിക്കൽ ആക്കുന്നത്? ഒരു ഫ്ലാറ്റോ ബിൽഡിങ്ങോ വീടോ ഒക്കെ പണിത് അത് അവര് സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു, അല്ലെ? അതേപോലെ ഡോക്ടേഴ്സ് പഠിക്കുന്നു, അവര് പഠിക്കുന്നു, മെഡിസിൻസിന്റെ പേര് പഠിച്ചിട്ട് അവർ വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അവര് പഠിച്ച കാര്യങ്ങൾ അവർ സൊസൈറ്റിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നവർ ചിന്തിച്ച് പേഷ്യൻസിനെ നോക്കുന്നു, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, സർജറി ചെയ്യുന്നു, രക്ഷപ്പെടുത്തുന്നു, അല്ലെ? അങ്ങനെ സൊസൈറ്റിക്ക് പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഡ്യൂക്കേഷൻ വഴി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ തിയറി പഠിച്ചിട്ട് നമ്മുടെ മനസ്സിൽ വെക്കുന്നതല്ല, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ സമൂഹത്തിന് പ്രയോജനമായിട്ട് മാറ്റണം എന്നുള്ള കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ആസ് ആൻ ഓപ്പറേഷണൽ ആസ്പെക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് പറയാം, നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എക്കോണമി, സോഷ്യൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എക്കോണമിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസത്തിന് എന്ത് വേണം? അൾട്ടിമേറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസസ് എക്കോണമി ആൻഡ് സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എക്കോണമി സൊസൈറ്റീനെയും അല്ലെങ്കിൽ സോഷ്യലി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്? എക്കോണമി, സോഷ്യൽ, ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് എന്താ ഉണ്ടാവേണ്ടത്, അല്ലെ? ഒരു സമൂഹത്തിൽ പണം വേണം, തൊഴിൽ വേണം, ഉത്പാദനം വേണം, അല്ലെ? ഇതിന് നമുക്ക് എന്താ വേണ്ടത്? ജോലി വേണം. ജോലിക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം, അല്ലെ? വേണോ വേണ്ടയോ? വേണം. സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സാമൂഹിക ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹത്തിലെ നിയമങ്ങൾ പാലിക്കണം, അല്ലെ? എല്ലാവരോടും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, അല്ലെ? ഒരു ഇപ്പൊ പോലീസുകാരെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോകുമ്പം അവിടെ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു നമ്മള്, അല്ലെ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചേരുമ്പോഴാണ് എഡ്യൂക്കേഷൻ ഒരു എക്കോണമി ആൻഡ് സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞത്. നമ്മൾ സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, പാലിക്കേണ്ട
പാലിക്കേണ്ട എന്നുള്ളത് എഡ്യൂക്കേഷൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ജോലി, എക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വരുമാനം വേണം, സാമ്പത്തിക നിയന്ത്രണം ഉണ്ടാവണം, അല്ലെ? തൊഴിൽ, വരുമാനം ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ജോലി കിട്ടുള്ളൂ, അല്ലെ? നല്ല ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ ഒരു സ്ഥാനമുള്ളൂ, അല്ലെ? നമ്മൾ നല്ല വിദ്യാഭ്യാസം, ജോലി, നല്ല സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ സോഷ്യലി നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുമ്പോൾ മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ ഒരു സ്ഥാനം വരുന്നുള്ളൂ. അപ്പൊ ബേസിക്കലി നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് ജോലി വേണം, ജോലിയിൽ നിന്ന് പണം കിട്ടുന്നു, പണം കിട്ടുമ്പോൾ എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, പിന്നീട് സോഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവുന്നു, ആരോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, അല്ലെ? പണ്ട് അതായത് ഏർലിയർ ടൈമിൽ എഡ്യൂക്കേഷൻ ഒരു ലക്ഷ്യോ തിങ് ആയിരുന്നു. അതായത് കാശുള്ളവർ മാത്രമായിരുന്നു പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പണക്കാരുടെ വീട്ടിലെ കുട്ടികൾ മാത്രമായിരുന്നു പഠിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. പാവപ്പെട്ടവരുടെ വീട്ടിലെ കുട്ടികൾ കർഷകരാണെങ്കിൽ അവർ കൃഷി കാര്യമായിട്ട് അങ്ങനെയുള്ള ചെയ്തു പോകും. അപ്പൊ എന്താണ്, ഇപ്പൊ സ്വർണ്ണപ്പണിക്കാരാണെങ്കിൽ അവര് അത് പഠിക്കും, അത് ചെയ്യും. കാർപ്പന്റർ ആണെങ്കിൽ അവര് അങ്ങനെയുള്ള തടിപ്പണികൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുമായിരുന്നു, അല്ലെ? പക്ഷെ ഇന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒത്തിരി മാറി. വിദ്യാഭ്യാസത്തിന് കാശോ അതൊരു മാനദണ്ഡമല്ല, അതൊരു ലക്ഷ്യ പ്രോസസ് അല്ല. ഇന്ന് ഫ്രീ എഡ്യൂക്കേഷൻ എന്നൊരു സിസ്റ്റം വരെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ എഡ്യൂക്കേഷനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ആരെ സഹായിച്ചത്? നമ്മള് ഒരുപാട് പൊളിറ്റീഷ്യൻസ്, തിങ്കേഴ്സ്, അല്ലെ? ഇതില് ഫിലോസഫേഴ്സ്, ഒരുപാട് ആൾക്കാർ ഇതിൽ ഇറങ്ങി പ്രവർത്തിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏർലി ഡേയ്സിൽ നോക്കാം. ഓക്കെ, എഡ്യൂക്കേഷൻ ഇൻ ഏർലി സിവിലൈസേഷൻ, അതായത് പണ്ട് കാലത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിലും സ്പർത്ത, എയ്തൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ സിവിലൈസേഷനുകളിലൊക്കെ എങ്ങനെയായിരുന്നു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കടന്നു പൊക്കോണ്ടിരുന്ന, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഏത് രീതിയിലാണ് പൊക്കോണ്ടിരുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പണ്ട് പുരാതന കാലത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു? ഗ്രീസിൽ എങ്ങനെയായിരുന്നു? ഗ്രീസ് എന്ന് പറയുന്ന ഒരു പുരാതന നാടാണ്, അല്ലെ? അവിടെ എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നത്? പ്രധാന നഗരങ്ങളിൽ വിദ്യാഭ്യാസങ്ങൾ വ്യത്യസ്തമാണ്. ഓക്കെ, ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമാണ്. ഗ്രീക്കിൽ എങ്ങനെയാണ് സംഭവിച്ചിരുന്നത്? പബ്ലിക് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഓക്കെ, അവര് പബ്ലിക് ലൈഫിന് അറിവ് കൊടുക്കാൻ വേണ്ടി ആയിരുന്നു ഗ്രീക്ക് സിറ്റിയിലെ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അവരെന്തിനു വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്തത്? ഗ്രീക്കിയൻസ് അല്ലെങ്കിൽ ഗ്രീക്സിന്റെ സപ്പോർട്ട് എന്തിനു വേണ്ടിയായിരുന്നു? പബ്ലിക് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതായത് പബ്ലിക്കിനെ അവെയർ ആക്കാൻ വേണ്ടി, വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താം എന്നതായിരുന്നു ഗ്രീക്ക് സിറ്റീസിന് അല്ലെങ്കിൽ അവരുടെ ഒരു വിദ്യാഭ്യാസ രീതി. അതിൻ്റെ അകത്ത് ആദ്യത്തെയാണ് സ്പാർത്ത, പിന്നെ രണ്ടാമത്തെയാണ് എയ്തൻസ് എന്ന് പറയുന്നത്. സ്പാർത്തയിൽ പറയുന്നത് സൈനിക ശക്തിയുടെ പ്രധാനമാണ് അതിൻ്റെ അകത്ത് പറയുന്നത്, അല്ലെ? ഇവിടെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് വിദ്യാഭ്യാസം, സൈനിക പരിശീലനം, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മിലിറ്ററിയിൽ ചേരാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അവർക്ക് അവിടെ ചേരാം, അല്ലെ? കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ധൈര്യം, സഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് മിലിറ്ററി രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുത്ത് അവര് അതിൻ്റെ അകത്ത് എക്സലൻസ് ആക്കുന്നു. മിലിറ്ററി എന്നൊരു ആസ്പെക്റ്റിൽ അവര് അതിൻ്റെ അകത്ത് എക്സലന്റ് ആക്കുന്നു. പിന്നെ എയ്തൻസ് എന്നൊരു സിസ്റ്റത്തില് ഗ്രീക്ക് ഫോളോ ചെയ്തൊരു പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ഫോളോ ചെയ്തത്? ഫിലോസഫി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് അക്ഷരങ്ങൾ, എഴുത്ത്, കണക്ക്, അല്ലെ, പാട്ട്, നൃത്തം, കല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവര് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പം ഈ ഗ്രീക്ക് സിറ്റിസൺ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു രൂപീകരണം. അവരാണ് ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു ഡിവിഷൻ കൊടുത്തു കൊണ്ടുവന്നത്. അതായത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ച്, ഇപ്പൊ മിലിറ്ററി ആണ് താല്പര്യം, ധീരം, ധൈര്യം അല്ലെങ്കിൽ ക്ഷമാശക്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്പർത്ത എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അതായത് സ്ട്രീറ്റ് കൺട്രോൾ, മിലിറ്ററി ട്രെയിനിങ്ങിലോട്ട് പോവുക അവർക്ക്. അതല്ല കായികപരമായിട്ട് എഴുതാൻ, വായിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവരെന്ത് ചെയ്തിരുന്നു? എയ്തൻസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി, ആ ഒരു പ്രോസസ്സിലോട്ടാണ് അവർ പൊക്കോണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രീക്കിന്റെ ഏർലി ഒരു സിവിലൈസേഷൻ പറയുന്നത് നഗരത്തിന്റെ ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനനുസരിച്ച് ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ രൂപം സമൂഹത്തിന്റെ ആവശ്യത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഷേപ്പ് ചെയ്യുന്ന ആരാണ്? സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ നീഡ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ ആ സമയത്ത് അതാത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനനുസരിച്ച് അവര് ഇതെല്ലാം മോൾഡ് ചെയ്യും, ഇതെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്തായിരുന്നു? ഇന്ത്യൻ എഡ്യൂക്കേഷൻ നമുക്കറിയാം, നമ്മൾ ചെറുതിലേക്ക് സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ
പ്രീ ബ്രിട്ടീഷ് പീരീഡിലും ബ്രിട്ടീഷ് പീരീഡിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസിലൊക്കെ എങ്ങനെയായിരുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെ, ബ്രിട്ടീഷുകാർ വന്നു, നമ്മുടെ രാജ്യം പിടിച്ചെടുത്തു, എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിച്ചത് അവിടെ? എന്ത് സംഭവിക്കുന്നു? ബ്രിട്ടീഷുകാർ രാജ്യം പിടിച്ചെടുത്തപ്പോ പ്രീ ബ്രിട്ടീഷ് പീരീഡിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരുന്നു? ഗുരുകുല സമ്പ്രദായമായിരുന്നു അല്ലെ. നമുക്ക് എന്താണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി അവിടെ താമസിച്ച് അവരെല്ലാ കാര്യങ്ങളും, വേദങ്ങളും ഉപനിഷത്തുകളും ഗ്രന്ഥങ്ങളും ഇതൊക്കെ പഠിക്കുമായിരുന്നു, ആയുധമുറകളും അല്ലെ. അതായത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നായിരുന്നു അവര് പഠിച്ചുകൊണ്ടിരുന്നത്. ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതനുസരിച്ചായിരുന്നു ആ സമയത്ത് ഒരു പഠന രീതി അല്ലെ. നമ്മുടെ ഒരു വ്യക്തിത്വം വികസിപ്പിക്കാനും സ്വഭാവം, ധാർമ്മികത, ലക്ഷ്യബോധം ഉണ്ടാവാനായിട്ട് ഇങ്ങനെയുള്ള എല്ലാ ജീവിത രീതികളും, പിന്നെ കലാകായികപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് അല്ലെ. അന്ന് ഗ്രന്ഥ ഓലകളായിരുന്നു, അതിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ എങ്ങനെ എഴുതണം, എങ്ങനെ വായിക്കണം, എങ്ങനെ യുദ്ധം ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാം ഒരു പ്രാക്ടിക്കൽ നോളജുകൾ പ്ലസ് ഉപനിഷത്തുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈമാറിക്കൊണ്ട് ഗ്രന്ഥങ്ങളും വേദങ്ങളും എങ്ങനെ ഒരു സ്വഭാവ രൂപീകരണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നെന്താ സംഭവിച്ചു? ബ്രിട്ടീഷുകാര് ഇന്ത്യ പിടിച്ചെടുത്തു. ആ ഒരു സമയത്താണ് നമ്മുടെ മൊത്തത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നത് അല്ലെ. നമ്മളൊരു വെസ്റ്റേൺ സൈഡിലോട്ട് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലോട്ട് പോയി. സ്കൂളുകൾ കോളേജുകൾ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാര്, യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവന്നു, ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവന്നു, ഗണിതം, അതെ മാത്സ്, ശാസ്ത്രം, സയൻസ്, ചരിത്രം കൊണ്ടുവന്നു, ചിത്രരചന കൊണ്ടുവന്നു. അങ്ങനെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു മാറ്റം തന്നെ ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നു. ആ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ കുറെയൊക്കെ ഇന്നും ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? സ്വാതന്ത്ര്യം വന്നു ഇന്ത്യയിൽ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ, എവ്രി വൺ ഷുഡ് ഗെറ്റ് എഡ്യൂക്കേഷൻ എന്നൊരു സിസ്റ്റത്തിലോട്ട് ഇന്ത്യ എത്തിച്ചേർന്നു അല്ലെ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ നിർബന്ധമാവണം, സമത്വം ഉണ്ടാവണം, ആ സമത്വം അംഗീകരിക്കണം. ആ ഒരു ലക്ഷ്യത്തോടെ എല്ലാവർക്കും സർവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവണം എന്ന് പറഞ്ഞ് സ്കൂളുകൾ കോളേജുകൾ അല്ലെ, എല്ലാ ജില്ലകളിലും കൂടുതൽ സ്കൂളുകൾ കോളേജുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും വീട്ടിൽ ചെന്ന് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് വരെ നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റേജ് എത്തി. അങ്ങനെയാണ് നമ്മുടെ നേഷൻ ഇന്ന് കാണുന്ന രീതിയിലോട്ട് നമ്മുടെ നേഷന് വളരാനായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായത്. എന്താണ് ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ്? നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? ഇതിന്റെ പേർപ്പസ് എന്താണ് അല്ലെ? നമ്മൾ ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ ഒരു പേർപ്പസ് അല്ലെങ്കിൽ നമുക്കൊരു അവയർനെസ് ഉണ്ടാവണമല്ലോ. നമ്മൾ എന്തിനു വേണ്ടി ഇത് പഠിക്കുന്നു എന്നുള്ളൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം അല്ലെ. നമ്മൾ വെറുതെ ഒരു യൂണിറ്റ് പഠിച്ചിട്ട് കാര്യമില്ല. എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ഈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ആശയം മനസ്സിലാക്കുക അല്ലെ. സമൂഹത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുക. പ്രാചീന കാലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിന്ന് നമ്മൾ ഇന്ന് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് വന്നു, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവുന്നു, സമൂഹത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലെ. അത് വലിയൊരു ഫാക്ടറാണ്. നമ്മൾ വെറുതെ പഠിച്ചിട്ട് വീട്ടിലിരുന്നാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം സൊസൈറ്റി കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം. പിന്നെ പലതരത്തിലുള്ള റൂളിംഗ് പവേഴ്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു അല്ലെ. എന്താണ് റൂളിംഗ് പവേഴ്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ? പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ സൊസൈറ്റി, ഫിലോസഫേഴ്സ് അല്ലെ, ഇങ്ങനെയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് എഡ്യൂക്കേഷന്റെ ഒരു ഫേസസ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം, പുതിയ കൺസെപ്റ്റുകൾ ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 3 വർഷം ഉണ്ടായിരുന്ന ഡിഗ്രി 4 വർഷമാക്കുന്നത്, പിന്നെ PG 2 വർഷം ഉണ്ടായിരുന്ന PG 1 വർഷമാക്കുന്നത്, ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും, സിലബസ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. പുതിയ സബ്ജക്റ്റുകൾ എന്ത് കൊണ്ടുവരാൻ പറ്റും? പണ്ട് കമ്പ്യൂട്ടർ ഒരു സബ്ജക്റ്റ് ആയിട്ടില്ലായിരുന്നു. കമ്പ്യൂട്ടറിന്റെ ഇന്നോവേഷൻസ്, കമ്പ്യൂട്ടറിന്റെ പ്രാധാന്യം വന്നുകൊണ്ട് കമ്പ്യൂട്ടർ ഒരു സബ്ജക്റ്റ് ആയിട്ടും അതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി അല്ലെ. അപ്പം അങ്ങനെ ടെക്നോളജിയും ഡെവലപ്മെന്റ്സും മാറുന്നതനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഫേസസ് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ സിലബസിൽ ഉൾക്കൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ അറിവ് പകരാം എന്നുള്ള എഫേർട്സും ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ആ വർദ്ധിപ്പിച്ച അറിവ് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം
എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ മാറ്റം കൊണ്ടുവരാം, എങ്ങനെ എവല്യൂഷൻസ് കൊണ്ടുവരാം. ഓക്കെ, അതും കൂടെയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് പേർപ്പസ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ആസ് എ സബ്സിസ്റ്റം. എന്താണ് എഡ്യൂക്കേഷൻ ഒരു സബ്സിസ്റ്റം എന്ന് പറയാൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ സബ്സിസ്റ്റം എന്ന് പറയാൻ കാര്യം എന്താണ്? സോഷ്യൽ സബ്സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും ഒരു ഘടന ഉണ്ടാവും അല്ലെ. എന്താണ് ഘടന എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രീതി ഉണ്ട് എഡ്യൂക്കേഷൻ. എന്താണ് ആ രീതി എന്ന് പറയുമ്പോൾ? ഒരു സാധാരണ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ജനറൽ സിസ്റ്റം അല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു സാധാരണ ജനറൽ സിസ്റ്റം തിയറി നോക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും, ഒരു ഡെപ്തില് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ ഉപരി സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു വലിയ എന്താണ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെക്കാട്ടിലും എഡ്യൂക്കേഷൻ വലിയൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, വലിയൊരു മാറ്റത്തിന്റെ ഭാഗമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള വലിയൊരു ഭാഗമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ സബ്സിസ്റ്റം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു രീതി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ പ്രയോജനപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സ് പഠിക്കുന്നു, അവര് ബിൽഡിംഗ് പണിയുന്നു. അഡ്വക്കേറ്റ്സ് പഠിക്കുന്നു, അവര് കോടതി വാദിക്കുന്നു, കേസ് ജയിക്കുന്നു അല്ലെ. അവിടെ മാറ്റം ഉണ്ടാവുന്നു, നിയമങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ ടീച്ചേഴ്സ് പഠിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, വലിയൊരു സൊസൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഡോക്ടേഴ്സ് പഠിക്കുന്നു, അവര് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു, അസുഖം മാറുന്നു. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എഡ്യൂക്കേഷൻ. നമ്മൾ പഠിച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല, നമ്മളെ ആയിട്ട് ഇന്റർറിലേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. അവർക്ക് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പറ്റുന്നുണ്ട് അല്ലെ. ഞാൻ പഠിച്ചു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, അപ്പൊ ഞാൻ നിങ്ങളും തമ്മിലൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർ റിലേഷൻ വരുന്നുണ്ട് അവിടെ. ആ ഒരു ഇന്റർ റിലേഷൻ അവിടെ ഹാപ്പൻ ആവുന്നുണ്ട്. വർക്കിംഗ് ടുഗെദർ അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒന്നിച്ച് ഒരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്യണം. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻഡിവിജ്വലി പ്രോഗ്രസ് ഉണ്ടാവണം, ഇൻഡിവിജ്വലി നമുക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാവണം, അറിവ് ഉണ്ടാവണം, പ്ലസ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാനും കൂടെ വേണ്ടി നമ്മൾ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അടുത്ത, സൊസൈറ്റി ആസ് എ സബ്സിസ്റ്റം. സൊസൈറ്റി ആസ് എ സബ്സിസ്റ്റം എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ് അല്ലെ. വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാവുന്നത് എവിടെയാണ്? നിങ്ങൾ തന്നെ ചിന്തിക്കണം. നമുക്ക് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമ്മുടെ സൊസൈറ്റിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് മാറ്റം ഉണ്ടാവുന്നത്? ചെറിയ തോതിലാണ് മാറ്റം ഉണ്ടായേക്കുന്നത്, വലിയ തോതിലാണ് അല്ലെ. നമുക്ക് ആദ്യം മാറ്റം ഉണ്ടാവുന്നത് എവിടെയാണ്? കുട്ടികൾ വളരുന്നു, അവര് സ്കൂളിൽ പോകുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവിടെ ടീച്ചേഴ്സിനെ ഹെൽപ്പ് കിട്ടുന്നു, അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നു കുറെ കാര്യങ്ങൾ. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് നമുക്കത് ലൈഫിൽ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം, നമ്മുടെ വർക്ക് സ്ഥലത്ത് അതായത് തൊഴിൽപരമായിട്ട് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് അത് നമ്മൾ പ്രയോഗിച്ചു തുടങ്ങുന്നു. അപ്പോഴാണ് സൊസൈറ്റി ആസ് എ സിസ്റ്റം ആയിട്ട് മാറുന്നത് അല്ലെ. നമ്മൾ അത് സൊസൈറ്റിയിൽ പ്രയോഗിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് കിട്ടിയ അറിവ് സൊസൈറ്റിക്ക് വേണ്ടി പ്രയോജനമാവുന്നത്. ഓക്കെ, അങ്ങനെയാണ് സൊസൈറ്റി എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാകുന്നത്, എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു ഭാഗമാകുന്നത്. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ്? സൊസൈറ്റിക്ക് ഒരു പ്രയോജനമാണത്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതായത് എല്ലാവരും, എല്ലാ ഹ്യൂമൻ ബീങ്സും നമ്മുടെ അറിവും നമ്മുടെ വിവരങ്ങളും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സൊസൈറ്റി ഒരു സോഷ്യൽ വേയിലോട്ട് മാറുന്നത്. നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീങ് ആയിട്ടാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചേക്കുന്നത് അല്ലെ. ഈ ഒരു സോഷ്യൽ ഹ്യൂമൻ ബീങ്ങിന് സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഇൻഡിവിജ്വലി ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടെ ചേർന്നാണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് എ ടീച്ചർ, ഞാൻ എനിക്ക് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് അറിവ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആസ് എ ഡോക്ടർ, ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് രോഗം മാറ്റാൻ പറ്റുന്നുണ്ട് അല്ലെ. ആസ് ആൻ എഞ്ചിനീയർ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തുടങ്ങി ഒരുപാട് ബിൽഡിങ്ങുകൾ കൊണ്ടുവന്ന് എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആ പെർട്ടിക്കുലർ ഏരിയ തന്നെ മാറ്റാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു വില്ലേജിനെ വലിയൊരു ടൗൺഷിപ്പ് ആയിട്ട് മാറ്റാനായിട്ട് ഒരു എഞ്ചിനീയറിന് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറ്റുന്നുണ്ട്. അപ്പം ഈ ഇത്രയും സൊസൈറ്റൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് എന്നും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും നമുക്ക് ആ മാറ്റം കൊണ്ടുവരാം, ഗ്രൂപ്പായിട്ട് കൊണ്ടുവരാം, ഒരു സ്ഥാപനത്തിന് ആ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പം അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓപ്പറേഷണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആസ്പെക്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. അടുത്ത, എഡ്യൂക്കേഷൻ ആസ് എ സബ്സിസ്റ്റം ഓഫ് സൊസൈറ്റി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന്റെ തന്നെ ഒരു ഡീപ്പർ വേയിലോട്ട് നമ്മൾ പോവുകയാണ്. എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സബ്സിസ്റ്റം ആയി വരുമ്പോഴത്തേനും
എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ ഇതുവരെ കൈവന്നു? ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെ. എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് വന്നു. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അവിടെ നിന്ന് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ സ്കൂൾ കൊണ്ടുവന്നു, കോളേജ് കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. നമ്മൾ ഇപ്പോഴും ആ പ്രോസസ്സ് ഫോളോ ചെയ്യുക അല്ലെ. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വന്നു. ആ യൂണിവേഴ്സിറ്റീസിനെ ഗൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ UGC പോലൊരു പ്ലാറ്റ്ഫോം വന്നു. ഇഗ്നോ NCERT പോലുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസ് വന്നു. അതായത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടും പഠിക്കാം നമ്മുടെ എഡ്യൂക്കേഷൻ. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകാതെ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടും പഠിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം വന്നു. PTA പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻസ് ഫോം ചെയ്തു എഡ്യൂക്കേഷന് വേണ്ടി, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. കാശില്ലാത്ത കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അസോസിയേഷൻസ് ഉണ്ടായി. മിനിസ്ട്രീസ് വന്നു. അവര് പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ സിലബസുകൾ, പുതിയ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഫോർവേഡ് ചെയ്തു. പിന്നെ ബോർഡ്സ്, സിലബസുകൾ വന്നു. CBSE പോലുള്ള ബോർഡ് സിസ്റ്റംസ്, കേരള സ്റ്റേറ്റ് പോലുള്ള ബോർഡുകൾ എക്സാം നടത്തി സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നു, എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ ഒരു സ്ട്രക്ചർ ആക്കി മാറ്റി അല്ലെ. ഒന്നുമല്ലാത്ത എഡ്യൂക്കേഷന് അസോസിയേഷനുകളിലൂടെയും യൂണിവേഴ്സിറ്റികളിലൂടെയും ഒരു സ്ട്രക്ചർഡ് രീതിയിലോട്ട് മാറ്റാനായിട്ട് പറ്റി നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ അൾട്ടിമേറ്റ് ഒരു എയിം എന്ന് പറഞ്ഞാൽ. അതിന് സപ്പോർട്ടായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസും ഫാമിലി, ടീച്ചേഴ്സ് എന്നൊരു സിസ്റ്റം 100% കൂടെ ഉണ്ട് അല്ലെ. നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നമുക്കൊരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആവാനോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനോ പറ്റത്തില്ല. നമുക്ക് ആദ്യം ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം എഡ്യൂക്കേഷന് വേണ്ടി. അവര് സ്കൂളിൽ കൊണ്ടാക്കുന്നു, കാശ് ചെലവാക്കുന്നു, അവിടുന്ന് ടീച്ചേഴ്സ് നമുക്ക് അറിവ് തരുന്നു, അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ പുതിയ സിസ്റ്റംസും കോളേജുകളും യൂണിവേഴ്സിറ്റീസും കോഴ്സൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അവരുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പം ഒരുപാട് ലിങ്കേജും സപ്പോർട്ട്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഉറപ്പായിട്ടും ടീച്ചേഴ്സ് വേണം, പൊളിറ്റിക്കൽ പാർട്ടീസിന് ഹെൽപ്പ് വേണം, ഗവൺമെന്റിന്റെ നിന്ന് ഫണ്ട് വേണം, ഫാമിലി സപ്പോർട്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അവരുടെ ഒരു ഹെൽപ്പ് വേണം നമുക്ക്. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ എഡ്യൂക്കേഷന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മയോട് പറ്റത്തുള്ളൂ. ഈ ഇത്രയും പേരുടെ കൂട്ടായ്മകൾ ഉണ്ടായത് കൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റീസും അസോസിയേഷനുകളും അല്ലെ ബോർഡ്സും ഈ സിസ്റ്റം ഒരു സ്ട്രക്ചർഡ് ആയി മാറിയത്. അപ്പം ഒറ്റയ്ക്കല്ല, ഇതൊരു കൂട്ടായ്മയാണ് എഡ്യൂക്കേഷൻ ഇത്രയും അധികം സ്ട്രെങ്ത് ആവാൻ, നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്രയും സ്ട്രെങ്ത് ആവാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ സബ്സിസ്റ്റം. എഡ്യൂക്കേഷൻ സോഷ്യൽ സബ്സിസ്റ്റം തമ്മിൽ എന്താ ബന്ധം? എഡ്യൂക്കേഷൻ സോഷ്യൽ സബ്സിസ്റ്റം തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്? നമ്മൾ നേരത്തെ തൊട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യം അതാണോ? ഉറപ്പായിട്ടും എഡ്യൂക്കേഷനും സൊസൈറ്റിയും തമ്മിൽ വലിയ ബന്ധമുള്ള കാര്യം അല്ലെ. വിദ്യാഭ്യാസം സമൂഹത്തിന് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഓരോ സമൂഹത്തിലും വേറെ വേറെ എന്തായിരിക്കും രീതികളായിരിക്കും എഡ്യൂക്കേഷൻ. ഇപ്പൊ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കത്തില്ല അമേരിക്കയിലായിരിക്കത്തില്ല ആഫ്രിക്കയില്. അപ്പം എഡ്യൂക്കേഷൻ രീതികൾ മാറിയാലും ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒറ്റ കാര്യം തന്നെയാണ്. എന്താണ് പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? മൂല്യങ്ങൾ, വാല്യൂസ് അല്ലെ. ആദ്യം നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കാര്യം വാല്യൂസ് ആണ്. ഒരു വ്യക്തി എങ്ങനെ ഒരാളെ റെസ്പെക്ട് ചെയ്യാം, വാല്യൂസിന് അല്ലെ, ഒരാളുടെ വിശ്വാസത്തിന്, വാല്യൂസിന് എങ്ങനെ റെസ്പെക്ട് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കാര്യം. അത് എവിടെയാണെങ്കിലും, അതിപ്പോ ഇന്ത്യയിലല്ല, അമേരിക്കയിലാണ്, ആഫ്രിക്കയിലാണ്, UK യിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും എഡ്യൂക്കേഷന്റെ ബേസിക് ആയിട്ട് ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയായിട്ട് രൂപീകരിക്കപ്പെടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്? ഒരാളെ റെസ്പെക്ട് ചെയ്യണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. സൊസൈറ്റിനെ മോൾഡ് ചെയ്തെടുക്കാൻ നല്ലൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ വേണം. ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എന്തുണ്ടാവണം? ഒരു ഇൻഡിവിജ്വലിസം ഉണ്ടാവണം. മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവരുടെ വാല്യൂസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഇത് പഠിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നും, സ്കൂളിൽ നിന്നും, കോളേജുകളിൽ നിന്നും. ഈ കിട്ടുന്ന എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് വീട്ടിൽ നിന്ന്, ഇവിടുന്ന് നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും, നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നും, വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോസസ് എല്ലാം നമ്മൾ ലൈഫിൽ കണ്ടിന്യൂസ് പഠിക്കുന്നത് അല്ലെ. സ്കൂൾ വിദ്യാർത്ഥി തൊട്ട് നമ്മൾ ജോലി ചെയ്യുന്നവര് വരെ ഈ എല്ലാ വാല്യൂസും റെസ്പെക്ട് ചെയ്തും നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തും ആണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമൻ ഇന്ററാക്ഷനിലൂടെ നമ്മൾ നമ്മുടെ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ആ കൊണ്ടുവരുന്ന നമ്മുടെ സ്വഭാവം
മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. അവരെ റെസ്പെക്ട് ചെയ്യാനും ബഹുമാനിക്കാനും അവരുടെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും സൊസൈറ്റിയിൽ പെരുമാറുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ, അല്ലെ? ഒരു ജോലി സ്ഥലത്ത് നമുക്ക് കണ്ടിന്യൂസ് നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അവിടുത്തെ വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യണം. അവിടെയുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, അവിടെ മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷൻ നല്ലതായിരിക്കണം. അവരെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ചിന്തകളെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇതെല്ലാം നമുക്ക് അൾട്ടിമേറ്റ്ലി പഠിപ്പിച്ചിരുന്നത് എവിടെ നിന്നാണ്? എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഇതെല്ലാം പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് കൈവരുന്നത് എവിടെ നിന്നാണ്? വിദ്യാഭ്യാസത്തിൽ നിന്നും, നമ്മൾ പഠിച്ചു വരുന്ന സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്, അല്ലെ? സംസ്കാരം കൈമാറുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മളൊരു കംപ്ലീറ്റ് ഒരു ഹ്യൂമൻ ബീങ് ആക്കും. എങ്ങനെയാണ് നമ്മൾ ഒരു സൊസൈറ്റിയിൽ നിൽക്കേണ്ടത്, ജീവിക്കേണ്ടത്, പെരുമാറേണ്ടത്, ഒരു സൊസൈറ്റിനെ എങ്ങനെ കാണണം, എങ്ങനെ വീക്ഷിച്ചു കാണണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് എഡ്യൂക്കേഷനും സൊസൈറ്റിയും തമ്മിൽ ഇത്രയും ഇന്റർ റിലേറ്റഡ് ആൻഡ് കണക്റ്റഡ് ആണെന്ന് പറയാനായിട്ടുള്ള കാര്യം. കൾച്ചർ അത് വലിയൊരു ഭാഗമാണ്, അല്ലെ? ഒരു കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട് നമുക്ക് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും. അല്ലാതെ പറയാൻ പറ്റുമോ? നമുക്കില്ല. നമ്മൾ കൾച്ചർ ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്, അല്ലെ? സംസ്കാരം നമ്മൾ ആദ്യം പഠിക്കുന്ന വീട്ടിൽ നിന്നാണ്, അല്ലെ? അപ്പൊ വൈകിട്ട് വിളക്ക് കത്തിക്കണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി പോകുന്നു, ഖുർആൻ വായിക്കുന്നു, ബൈബിള് വായിക്കുന്നു, ഗീത വായിക്കുന്നു. ഇങ്ങനെ എല്ലാ കൾച്ചറുകളും നമ്മൾ ആദ്യം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. എല്ലാ ശീലങ്ങളും പഠിക്കുന്ന വീട്ടിൽ നിന്നാണ്. പിന്നെ സ്കൂളിൽ നിന്ന്, സ്കൂളിൽ പോകും, ടീച്ചേഴ്സ് പറഞ്ഞു തരും, നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു കൾച്ചർഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് എഡ്യൂക്കേഷൻ വഴി, അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ ഒരു പ്രോസസ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് പറ്റുന്നത്. എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? രാവിലെ എഴുന്നേൽക്കണം, നമ്മുടെ ഡേ ടു ഡേ റുട്ടീൻ ചെയ്യണം, പിന്നെ സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, അങ്ങനെ ഒരു റുട്ടീൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്, ഒരു അച്ചടക്കം കൊണ്ടുവരുന്നുണ്ട്, ഉത്തരവാദിത്തം കൊണ്ടുവരുന്നുണ്ട്. സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ ആയിരിക്കണം ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ട്, നമ്മൾ പ്രൊഫഷണലി എങ്ങനെ ഡെവലപ്പ് ആവണം, എങ്ങനെ സൊസൈറ്റിയിൽ ഇറങ്ങി പെരുമാറണം, ഒരു പ്രശ്നം കണ്ടാൽ അതിനെങ്ങനെ നേരിടണം, അല്ലെ? എങ്ങനെയാണ് ഒരു പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം നമുക്ക് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസിലൂടെ പറ്റുന്നതാണ്, അല്ലെ? ഒരു പ്രശ്നം കണ്ടാൽ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നതും മറുപടി പറയാൻ തോന്നുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു അറിവുള്ളത് കൊണ്ടാണ്. ആ അറിവില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ആ പ്രശ്നത്തിനെ കുറിച്ചില്ല. അപ്പം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമുക്ക് തരുന്നത് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കാം നമുക്ക്. എഡ്യൂക്കേഷന്റെ ഒരു ഫങ്ഷൻ, അല്ലെ? ഇത് വരുന്നത് ഓവർവ്യൂ ആൻഡ് തിങ്കേഴ്സ്, ബ്രൗൺ 1947, ഹാങ്വെസ്റ്റ് ആൻഡ് ന്യൂഗാറ്റൺ 1964. ഇവര് കുറച്ച് തിയറീസ് പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷനെ കുറിച്ച്. ഇവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചിന്തകൾ ഇത് എന്തൊക്കെയാണ്, ഇതെന്തൊക്കെ മാറ്റങ്ങൾ സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ? എഡ്യൂക്കേഷണൽ തിങ്കേഴ്സ് ഉണ്ട്. അവര് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യും, ഗവേഷണങ്ങൾ നടത്തി അവർ കുറെ കാര്യങ്ങൾ പറയും. അതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ എടുക്കാം. പുതിയ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫ്രെയിം ചെയ്യുന്നത്. അതായത് ഈ തിങ്കേഴ്സ് പഠിക്കും വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, പ്രോഗ്രസ് കൊണ്ടുവരാം. ആ പ്രോഗ്രസ് അനുസരിച്ച് അവർ വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ തിയറീസ് പറയും. ആ തിയറീസ് വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. ആ തിയറീസിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. നോളജ് ട്രാൻസ്മിഷൻ പറയുന്നുണ്ട്, അല്ലെ? അതായത് അറിവ് കൈമാറണം. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അറിവ് കൈമാറണം, സാമൂഹിക മൂല്യങ്ങൾ വളർത്തണം, അതായത് പ്രൊഫഷണൽ സ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ പുതിയ ചിന്താഗതികൾ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ തിങ്കേഴ്സ് പറഞ്ഞേക്കുന്ന ബ്രൗൺ 1947 ഹാങ്വേസ്റ്റും ഒക്കെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രൗൺ പറഞ്ഞേക്കുന്ന കാര്യം എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഒരു സോഷ്യൽ ഓർഡർ ആണ്. ഒരുപാട് ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്നാണ് ബ്രൗണിന്റെ കണ്ടെത്തൽ. ഓക്കെ, അതായത് ഇതൊരു സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് എപ്പോഴും എഡ്യൂക്കേഷൻ നിൽക്കുന്നതെന്നാണ് ബ്രൗൺ പറയുന്നത്. സൊസൈറ്റിയും എഡ്യൂക്കേഷൻ തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു വ്യക്തിയുടെ രൂപീകരണത്തിന് സൊസൈറ്റി നല്ലൊരു ഭാഗമാവുന്നുണ്ട്. ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സൊസൈറ്റിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഒരു ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആണ്. ആ ഒരു വ്യക്തിയുടെ കൾച്ചറും സൊസൈറ്റിയും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആണെന്നാണ് ബ്രൗണിന്റെ കണ്ടെത്തൽ. ഇനി ഹാങ്വെസ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു മൾട്ടി ഫങ്ഷണൽ പേർപ്പസ് ആണ്. അതായത് നോളജ് ഉണ്ടാക്കാനും ഒരു എത്തിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയും നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി നമുക്ക് ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്.
ബ്രൗൺ സൊസൈറ്റിയും ഇൻഡിവിജ്വലും മാത്രം കണക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഹാൻവെസ്റ്റും ന്യൂഗാർട്ടനും പറയുന്നത് മൾട്ടി പേർപ്പസ് ആണ് എഡ്യൂക്കേഷൻ. സൊസൈറ്റിക്ക് മാത്രം അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആകാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവാൻ വേണ്ടി, അതായത് നമ്മൾ പ്രൊഫഷണലി ഉയരാൻ വേണ്ടിയും നമ്മുടെ അറിവ് വർദ്ധിക്കാൻ വേണ്ടിയും പിന്നെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സൊസൈറ്റിക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും, ഇതെല്ലാം കൂടെ മിക്സപ്പ് ആണ് എഡ്യൂക്കേഷൻ എന്നാണ് ഹാൻവെസ്റ്റ് പറയുന്നത്. അപ്പം ടോട്ടലി ഈ രണ്ട് തിയറീസും മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഒരു പഠിത്തം മാത്രമല്ല, അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്, നമ്മുടെ പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, പിന്നെ നമ്മുടെ അറിവും എല്ലാം മാറ്റി മറിക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്ത ജോർജ് പാനയും ഡ്യൂക്കനും അവരും പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷനെ കുറിച്ച്, അവരുടേതായ തിയറീസും ഇന്റർപ്രിട്ടേഷനും വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് പറയുന്ന കാര്യം ട്രഡീഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷൻ ആണ്, അല്ലെ? കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം, മനസ്സിലുണ്ട്. ആ ഒരു ട്രഡീഷൻ വെച്ച് പുതിയ സോഷ്യൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പം എക്സാമ്പിൾ, ഇന്ത്യ ഒരു ഗുരുകുല സമ്പ്രദായമായിരുന്നു. അതൊരു ബേസ് ആയിട്ട് വെച്ച് എഡ്യൂക്കേഷൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു, അല്ലെ? സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു. അപ്പം ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷൻ ആണ്, നമ്മൾ പണ്ടോട്ട് ഫോളോ ചെയ്ത് വരുന്ന ട്രഡീഷൻ ആണ്. ആ ട്രഡീഷൻ കൊണ്ട് നമുക്ക് സോഷ്യലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ് ആണെന്നാണ് ജോർജ് പാനെ പറയുന്നത്. ഡ്യൂക്കൻ പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ്, അല്ലെ? ഒരു വാല്യൂഡ് പേഴ്സൺ ആക്കുന്ന, അല്ലെങ്കിൽ ഒരു സോഷ്യലി ഹോമോജിനിറ്റി അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആക്കുന്ന ഒരു പ്രോസസ് ആണ് എഡ്യൂക്കേഷൻ എന്നാണ് ഡ്യൂക്കൻ പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ മാറ്റുക, മൊത്തത്തിൽ മാറ്റുക. നമുക്ക് കാണാൻ പറയാം, വിദ്യാഭ്യാസം ഉള്ള ഒരാളെയും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെയും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഇതെങ്ങനെയാ പറ്റുന്നത്? എന്ത് പ്രോസസ്സിലൂടെ പറ്റുന്നത്? എഡ്യൂക്കേഷനിലൂടെ, അല്ലെ? വിദ്യാഭ്യാസം ഉള്ള ഒരാൾ സംസാരിക്കുന്നതും സൊസൈറ്റിയിൽ പെരുമാറുന്നതും അല്ലാത്ത ഒരാൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഒരു മനുഷ്യന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എഡ്യൂക്കേഷൻ എന്നാണ് ഡ്യൂക്കൻ പറയുന്നത്. അൾട്ടിമേറ്റ്ലി എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷനും സൊസൈറ്റിയും എപ്പോഴും ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, സോഷ്യൽ സർവൈവൽ തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം സൊസൈറ്റി വളരണമെങ്കിൽ, സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഡ്യൂക്കൻ പറയുന്നത്. അതുകൊണ്ട് ഒരു സൊസൈറ്റിയുടെ സർവൈവലിന് എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. ഒരു കുട്ടി വളർന്ന് വലുതായി അവരുടെ വാല്യൂസ് മനസ്സിലായി എഡ്യൂക്കേഷൻ ബിൽഡ് ചെയ്ത് സൊസൈറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനായിട്ട് എഡ്യൂക്കേഷനെ പറ്റത്തുള്ളൂ. ആ എഡ്യൂക്കേഷന്റെ രീതികൾ കാലാകാലങ്ങളനുസരിച്ച് മാറാം, പക്ഷെ ദ അൾട്ടിമേറ്റ് പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ സർവൈവൽ ആണെന്നാണ് ഡ്യൂക്കൻ പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ കൂടെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. കൾച്ചർ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഒരു പ്രോസസ്സാണ് കൾച്ചർ, അല്ലെ? നമ്മളൊരു കൾച്ചർഡ് പേഴ്സൺ ആണെന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം. നമ്മൾ തലമുറകളായി നമുക്ക് കൈമാറി കിട്ടുന്ന ഒരു പ്രോസസ്സാണ് കൾച്ചർ. അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ സഹായിക്കും, അല്ലെ? കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, നമുക്ക് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അന്ധവിശ്വാസം, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്. ഇതെല്ലാം എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ ആ അന്ധവിശ്വാസങ്ങളെല്ലാം മുറുകെ പിടിച്ച് നമ്മളതെല്ലാം വിശ്വസിച്ചു ഇരിക്കും, അല്ലെ? അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത് എഡ്യൂക്കേഷൻ കൊണ്ടാണ്. അപ്പം എഡ്യൂക്കേഷൻ നമ്മൾ നല്ലൊരു അഡൽട്ട് ആക്കും, സ്പെഷ്യലൈസ്ഡ് അഡൽട്ട് ആക്കും, ട്രെയിൻഡ് ആക്കും. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന അറിവ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് കിട്ടിയ കൾച്ചറിലും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആ അതേ പാരമ്പര്യം നമ്മൾ അതേപടി ഫോളോ ചെയ്യുന്നില്ല, നമ്മുടേതായ വേർഷൻസിൽ അവിടെ മാറ്റം വരുത്തുന്നുണ്ട്. കാര്യം എന്താണ്? കുറെ അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അഡോപ്റ്റ് ചെയ്താൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കൾച്ചർ ഡെവലപ്പ് ആക്കാനായിട്ടും എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. രണ്ട് തിയറീസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ബ്രോൺസ്ലോ, ഫ്രാൻസ് ബോൺസിന്റെയും ബ്രോൺസ്ലോ തിയറിയും. രണ്ടുപേരും പറയുന്ന കാര്യം നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി എപ്പോഴും ഡിഫർ ആയിക്കൊണ്ടിരിക്കും. സൊസൈറ്റി മാറുന്നതനുസരിച്ച് ഹ്യൂമൻ ആക്ടിവിറ്റിയും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അല്ലെ? നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മുടെ കൾച്ചർ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നതെന്നാണ് ഫ്രാൻസ് ബോൺസ് പറയുന്നത്, അല്ലെ? ഇപ്പം ബഹളം വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ ബഹളം വെക്കുന്ന ഒരു കൾച്ചർ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. അവിടെ ചെന്ന് നമ്മൾ സമാധാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർ വളരെ കുറവായിരിക്കും, അല്ലെ? അപ്പം നമുക്ക് ചിലപ്പോൾ ഇച്ചിരി ഒച്ച ഉയർത്തി പറഞ്ഞാലായിരിക്കും അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കൾച്ചറിൽ മാറുമെന്നാണ് ഫ്രാൻസ് ബോൺസ് പറയുന്നത്. ബ്രോൺസ്ലോ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ കൾച്ചർ ഷേപ്പ് ചെയ്യുന്നത് കോമൺ വെൽഫെയറും പേഴ്സണൽ ലിബർട്ടീസും ആണ്. അതായത് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ കൈമാറി വന്ന
നമ്മുടെ പാരമ്പര്യത്തിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ഷേപ്പ് ചെയ്യുന്നത്. അല്ലെ? കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ സംസാരിക്കാവുള്ളൂ, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, അവിടെ പോരുത്, ഇവിടെ പോരുത്, ഇത് ചെയ്യരുത് എന്നുള്ള ഒരു കുറെ കൾച്ചർഡ് അല്ലെങ്കിൽ കുറെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്താൽ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മൂവിങ് ഫോർവേഡ് നമ്മൾ കൾച്ചറിനെ കാണുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് എന്നാണ് പോൺസ്ഫ്ലോ പറയുന്നത്. അതായത് ഇവിടെ പോൺസ്ഫ്ലോ കൂടുതലായിട്ടും പറയുന്നത് പേഴ്സണൽ ലിബർട്ടീസ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കൈമാറി വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഒരു വ്യക്തി ലൈഫിൽ അഡോപ്റ്റ് ചെയ്ത് സൊസൈറ്റിയിലും അത് പ്രയോഗിക്കുന്നത്. അവര് കൂടുതലും മറ്റുള്ളവർ പറയുന്നതോ ടീച്ചേഴ്സ് പറയുന്നതോ സൊസൈറ്റി പറയുന്നതോ കൂടുതലായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അവര് പേഴ്സണലായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് അവർ കൂടുതലും സൊസൈറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഡോക്കൻസ് പറയുന്നത്. പ്ലസ് ഡ്യൂക്കൻ വ്യൂ. അടുത്തത് ഡ്യൂക്കൻ വ്യൂ പറയുന്നത് ഫോർ എ ചൈൽഡ്, ഒരു കുട്ടി നല്ലൊരു സൊസൈറ്റിയിൽ ഒരു കൾച്ചർഡ് പേഴ്സൺ ആവണമെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആവണം. എങ്ങനെയാണ് ഇമോഷണലി കണക്റ്റഡ് ആവുന്നത്? ഇമോഷണലി കണക്റ്റഡ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, അല്ലെ, ഫാമിലി, ടീച്ചേഴ്സ്, സൊസൈറ്റി ആയിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ വേണം. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് കുത്ത്, കൊലപാതകം അതിലോട്ടൊക്കെ പോകുന്നത്. ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല, ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരു ഇതിലോട്ട് പോകുന്നത്. അപ്പൊ ആദ്യമേ ഒരു ഇമോഷണൽ കണക്ഷൻ ആണ് ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നമുക്ക് വീട്ടിലൂടെയും സ്കൂളുകളിലൂടെയും നല്ല വാക്കുകൾ വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ പറഞ്ഞു തരുമ്പോഴാണ് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് വരേണ്ടത്. ആ ഇമോഷണൽ ബോണ്ടിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പവർഫുൾ കൾച്ചർഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഡ്യൂക്കൺ പറയുന്നത്. അപ്പം ബ്രോൺസ്ലോ പറയുന്നത് എന്താണ്? പേഴ്സണൽ ലിബർട്ടി കൊണ്ടാണ് കൾച്ചർ ഉണ്ടാവുന്നത് ഒരാൾക്ക്. ഡ്യൂക്കൺ പറയുന്നത് ഇമോഷണൽ കണക്ഷൻ കൊണ്ട് നമുക്കൊരു കൾച്ചർ ഫോം ചെയ്യാം, ഒരു അറ്റാച്ച്മെന്റ് ഫോം ചെയ്യാം കുട്ടിയിൽ, അങ്ങനെ സൊസൈറ്റിക്ക് മാറ്റം കൊണ്ടുവരും. ഓക്കെ, മോഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ. മോഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഇന്ന് സൊസൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള? 2 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് ആണ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്, ഇൻഫോർമലും ഫോർമലും. ഇൻഫോർമലില് ജസ്റ്റ് എ സിമ്പിൾ ഫോം ആണ് എഡ്യൂക്കേഷൻ. അതായത് അത് പാരന്റ്സിലൂടെ കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ ആണ്. പാരന്റ്സ് പറയുന്ന ഡെയിലി റുട്ടീൻസും അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ പഠിക്കുന്നുണ്ട്. രാവിലെ എണീക്കണം, പഠിക്കണം, അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പാരന്റ്സ് പറയുന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നമ്മളിലുണ്ട്. അതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് എഡ്യൂക്കേഷൻ. നമ്മൾ സ്കൂളിൽ കോളേജിൽ പോകുന്നു, അവിടെ നിന്ന് കിട്ടുന്ന അറിവ് ആണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഈ 2 എഡ്യൂക്കേഷൻസും നമുക്ക് ലൈഫിൽ പ്രയോജനപ്പെടുത്താം. ആ പ്രയോജനപ്പെടുത്തേണ്ടത് 100% നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, അല്ലെ? നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മുടെ ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് ഈ 2 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല രീതിയിൽ യൂസ് ചെയ്യാം, നമുക്ക് മോശം രീതിയിൽ യൂസ് ചെയ്യാം. പാരന്റ്സ് പറയുന്നത് കേൾക്കാതിരിക്കാം, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാതിരിക്കാം, പഠിക്കാതിരിക്കാം. ഈ കിട്ടുന്ന ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം, എങ്ങനെ നമ്മളൊരു കൾച്ചർഡ് പേഴ്സൺ ആക്കണം, എങ്ങനെ ഒരു നമ്മുടെ ഫ്യൂച്ചറിനെ വാർത്തെടുക്കാം, അല്ലെ, നല്ലൊരു യൂത്ത് ഫോർ ഫ്യൂച്ചർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് അൾട്ടിമേറ്റ്ലി നമുക്ക് ഡിസൈഡ് ചെയ്യുന്ന 2 എഡ്യൂക്കേഷൻ ആണ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ. പക്ഷെ ഇത് 100% ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ. നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടയോ എന്നുള്ളത്. എൻ കൾച്ചർ. എഡ്യൂക്കേഷനും എൻ കൾച്ചറും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഒരു കൾച്ചർഡ് പേഴ്സൺ ആവണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആവണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കൾച്ചർ ഉണ്ടാവണം. ആ കൾച്ചർ നമുക്ക് ലേണിങ്ങിലൂടെ കിട്ടത്തുള്ളൂ, അല്ലെ? നമ്മൾ പഠിക്കുന്ന സിലബസ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അറിവ്, നമുക്ക് കിട്ടുന്ന ട്രഡീഷണൽ വേസ്, നമുക്ക് പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന അറിവുകൾ, അല്ലെ? ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിച്ച് വേണം, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ ചിന്തിച്ച് വേണം പറയാൻ എന്നൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന അറിവുകളും വിവരങ്ങളും ഒരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ, ഇതിലൂടെ മാത്രമാണ് നമുക്കൊരു നല്ലൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. സിലബസിന് പുറമെ നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്ന അറിവ്, നമ്മൾ ജീവിച്ച് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ് നമ്മളൊരു നല്ലൊരു കൾച്ചർഡ് പേഴ്സൺ ആക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും കൾച്ചറും എഡ്യൂക്കേഷനും നമ്മൾ എന്നും റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്തത് ട്രെയിനിങ് ഫോർ സ്പെഷ്യലൈസേഷൻ. എന്താണ് ട്രെയിനിങ് ഫോർ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞ തിയറീസ് എല്ലാം വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ഡ്യൂക്കൻ പറയുന്നുണ്ട്, ടാൽക്കോട്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊരു സ്കിൽഡ് പേഴ്സൺ ആവാനായിട്ട് ഉറപ്പായിട്ടും ട്രെയിനിങ് വേണം, അല്ലെ? സ്കൂളിൽ നിന്ന് എന്താ പഠിപ്പിക്കുന്നത്?
നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ, റെസ്പെക്ട് ചെയ്യാൻ, അല്ലെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ, നമ്മുടെ ഇമോഷൻസിനെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ, അല്ലെ ദേഷ്യം വന്നാൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, സൊസൈറ്റിയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം, ഒരു ജോലി സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ എങ്ങനെ നമ്മൾ പെരുമാറണം. ഇതൊക്കെയാണ് ഡ്യൂക്കൻ പറയുന്ന ഒരു ട്രെയിനിങ് സ്കില്ല് സ്കൂളിൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കോളേജിൽ കൊടുക്കേണ്ടത്. ഗാൽറ്റൺ പറയുന്ന ഒരു ട്രെയിനിങ് സ്കില്ല് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാമിലിയും സൊസൈറ്റിയും ഒന്നിച്ചു ചേർന്ന് വേണം കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഫാമിലിയിൽ നിന്ന് അവർക്ക് ബേസിക് ആയിട്ടുള്ള കൾച്ചറും അറിവും വിവരവും കൊടുക്കണം. പ്ലസ് പുതിയതായിട്ട് മാറി വരുന്ന ടെക്നോളജി പഠിപ്പിക്കണം. കാരണം ഈ ടെക്നോളജി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അത് മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇന്ന് കമ്പ്യൂട്ടർ, ഓൺലൈൻ സർവീസസ് ഒക്കെ ഒത്തിരി മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ നല്ല വശവും ചീത്തവശവും പറഞ്ഞു കൊടുത്ത് വേണം നമ്മൾ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ആര് പറയുന്നത്? ഡാൽട്ടൺ പറയുന്നത്. ചേഞ്ച് ഇൻ കൾച്ചറൽ ഹെറിറ്റേജ് അല്ലെ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചർ എഡ്യൂക്കേഷൻ മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു കൾച്ചറൽ പ്രോസസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ ഹെറിറ്റേജ് മാറ്റാൻ പറ്റിയിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് മാറ്റാൻ പറ്റിയിട്ടുള്ളത്? പണ്ടൊന്നും പെണ്ണുങ്ങൾ ജോലിക്ക് പോകത്തില്ലായിരുന്നു. പാർലമെന്റിലോ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടോ പെണ്ണുങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതോ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് ഒരു വുമൺ ഈക്വാലിറ്റി കൊണ്ടുവന്നു, സ്ത്രീ സമത്വം കൊണ്ടുവന്നു. അതെന്തുകൊണ്ടാണ് പറ്റിയത്? നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് മാറ്റി. പെണ്ണുങ്ങൾ വീടിന്റെ പുറത്തോട്ടോ വരില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകത്തില്ല, പാർലമെന്റിൽ പോകത്തില്ല, വോട്ട് ചെയ്യാൻ പോകത്തില്ല, ഭരിക്കാൻ പോകത്തില്ല, അല്ലെ, ഒരു മന്ത്രി ആവത്തില്ല, പ്രസിഡന്റ് ആവത്തില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാം മാറ്റി അല്ലെ. നമ്മുടെ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഫിലോസഫിക്കൽ ചിന്താഗതികളിൽ വന്ന മാറ്റം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റി അല്ലെ. നമ്മുടെ മൊത്തം കൾച്ചർ തന്നെ മാറി അല്ലെ. പെണ്ണുങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു, സ്ത്രീ സമത്വം കൊണ്ടുവരുന്നു, പുതിയ കസ്റ്റംസും വാല്യൂസും കൊണ്ടുവരുന്നു. എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് ഉള്ളൊരു പ്രോസസ്സിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ കൾച്ചർ എല്ലാം മാറ്റാനായിട്ട് വിദ്യാഭ്യാസത്തിനെ പറ്റി അല്ലെ. ചൈൽഡ് മാരേജ് മാറ്റി, ചെറുതിലെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു സിസ്റ്റം മാറ്റി. ഇന്ന് എല്ലാവരും പഠിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആണ് കല്യാണം കഴിക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിലോട്ട് എത്തി അല്ലെ. അങ്ങനെ നമ്മുടെ പണ്ടത്തെ കൾച്ചർ എല്ലാം മാറ്റാനായിട്ട് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി. അതിന് സഹായിക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ, ഫിലോസഫിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. സോഷ്യൽ ചേഞ്ച് ആൻഡ് എഡ്യൂക്കേഷൻ നമുക്കൊരു ഓവർവ്യൂ ആയിട്ട് നോക്കാം. മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓവർവ്യൂ ആയിട്ട് പറഞ്ഞു പോവാം. എഡ്യൂക്കേഷൻ ഒരു കമ്മീഷൻ കൊണ്ടുവരുവാണ്. എഡ്യൂക്കേഷനും സൊസൈറ്റിയും തമ്മിലുള്ളൊരു ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജ് കാരണം നമുക്ക് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാമെന്ന് 1964 കമ്മീഷൻ കൊണ്ടുവരുന്നു. ആ കമ്മീഷനിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൊണ്ടുവരുവാണ്. എഡ്യൂക്കേഷൻ ഒരു പവർഫുൾ വെപ്പൺ തന്നെയാണ് അല്ലെ. അത് സൊസൈറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. ആ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികൾ അഡോപ്റ്റ് ചെയ്യണം. ഇതെല്ലാം പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണം സൊസൈറ്റിയിൽ. ഇത് കൊണ്ടുവന്നാൽ മാത്രം പോരാ, പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന്റെ ബേസിസിലാണ് ഇന്ന് നമ്മൾ കാണുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു മോസ്റ്റ് മോഡേൺ ചേഞ്ച് എന്ന് പറഞ്ഞ അല്ലെ. അതായത് 19th സെഞ്ചുറിയിലെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്? ഇന്ന് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ വരെ എത്തി നിൽക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. പണ്ട് നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു, അവിടെ നിന്ന് സ്കൂൾ, യൂണിവേഴ്സിറ്റീസ് വന്നു, ബുക്കും സിലബസും മാത്രം നോക്കി പഠിച്ച് നമ്മൾ ഇന്ന് AI-യും ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നൊരു സിസ്റ്റത്തിലോട്ട് വരെ നമ്മൾ എത്തി. അപ്പൊ നമ്മുടെ എക്കോണമി, സോഷ്യൽ ചേഞ്ചസ് മാറ്റം വരുത്തണം, കാലാകാലങ്ങളിൽ അത് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന കമ്മീഷനാണത്. എന്ത് മാറ്റമാണെങ്കിലും ആ മാറ്റങ്ങൾ അതാത് സെഞ്ചുറികളിൽ അതാത് സമയങ്ങളിൽ കൊണ്ടുവന്ന് മാറണം എന്നാണ് ഈ കമ്മീഷൻ പറയുന്നത്. ദെൻ ഉറപ്പായിട്ടും എഡ്യൂക്കേഷനും സൊസൈറ്റിയും തമ്മിലുള്ള ലിങ്കേജുകൾ എപ്പോഴും നിലനിൽക്കും അല്ലെ. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയുടെ ഒരു രൂപീകരണം വിദ്യാഭ്യാസം തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് കൊണ്ടുവന്ന ആ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. കാരണം അത് നല്ലൊരു കാര്യമാണ് അല്ലെ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൊണ്ടുവന്നു, അത് ഫോളോ ചെയ്യുന്നു. കുറെ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തു. എക്സാം സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു അല്ലെ. അവര് കൊണ്ടുവന്ന ഇംഗ്ലീഷ്, മാത്സ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് പ്രോസസ് ആയിട്ട് കൊണ്ടുവന്നു. കാരണം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സയൻസ്, ടെക്നോളജി ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ആ ഒരു ബേസിക് അവർ കൊണ്ടുവന്ന ആ ഒരു ബേസിക് കാര്യം വെച്ച് ഒരുപാട് റിഫോംസും ഒരുപാട് ഫിലോസഫേഴ്സിന്റെ ഐഡിയാസും ഒക്കെ വെച്ചിട്ട് മാറ്റങ്ങൾ നമ്മൾ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷൻ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിനെ റിഫോം ചെയ്യുക എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചേഞ്ച് വരുത്തുക തന്നെയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് വെർട്ടിക്കൽ മൊബിലിറ്റി. എഡ്യൂക്കേഷൻ ആൻഡ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിനെ ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എഡ്യൂക്കേഷൻ കൂടുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കൂടും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും.
അല്ലെ? നമുക്ക് നല്ല ജോലി കിട്ടുന്നു, വരുമാനം ഉണ്ടാവുന്നു, നമ്മൾ വീട് വെക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നു, അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. അപ്പം ഉറപ്പായിട്ടും നമ്മളിലും നമ്മുടെ സൊസൈറ്റിയിലും ആ ചേഞ്ച് കൊണ്ടുവരുന്നു, അല്ലെ? എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ എല്ലാവരും ടാലന്റഡ് പേഴ്സൺ ആവുന്നു. പിന്നെ ഇൻഇക്വാലിറ്റീസ് കുറയുന്നു, എല്ലാവരും ഒരേപോലെ പഠിക്കുന്നു, കാശുള്ളവരും കാശില്ലാത്തവരും പഠിക്കുന്നു, പെണ്ണുങ്ങളും ആണുങ്ങളും പഠിക്കുന്നു, എല്ലാവരും ജോലിക്ക് പോകുന്നു, ജോലി കിട്ടുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, നമ്മുടെ സ്റ്റാറ്റസ് മാറും. അതാണ് എഡ്യൂക്കേഷൻ ഉറപ്പായിട്ടും നമ്മുടെ മൊബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം എപ്പോഴും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു ഹെൽപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റർവെൻഷൻ ഇല്ലാതെ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകത്തില്ല. എന്താ കാര്യം? കാരണം കാലാകാലങ്ങളിൽ അവര് കൊണ്ടുവരുന്ന എഡ്യൂക്കേഷന്റെ മാറ്റങ്ങൾ അതാണ് നമ്മൾ എപ്പോഴും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസസ് നോക്കാം. നമുക്ക് NPE 1980-60 പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ മാറ്റങ്ങൾ കൊണ്ടുവന്നു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഒരേപോലെ വേണം. പിന്നെ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ, അവർക്ക് ഫ്രീ ആയിട്ട് യൂണിഫോം. പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവന്ന മാറ്റമാണ് എഡ്യൂക്കേഷനിൽ. സിലബസുകൾ മാറുന്നു, എല്ലാവർക്കും ഉച്ചയ്ക്ക് ഫുഡ് ഗവൺമെന്റ് സ്കൂളുകളിൽ, പവർ പോയിന്റ്സ്, പ്രൊജക്ടേഴ്സ് കൊണ്ടുവരുന്നു, കമ്പ്യൂട്ടേഴ്സ് നിർബന്ധമാക്കുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ ഐഡിയോളജീസിന്റെ ഭാഗമാണ്. അപ്പം പൊളിറ്റിക്കൽ സിസ്റ്റം ഉറപ്പായിട്ടും എഡ്യൂക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ അത് ബേസ് ആയിട്ട് വെച്ച് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എഡ്യൂക്കേഷൻ എപ്പോഴും സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടറാണ്. നമ്മുടെ സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ എഡ്യൂക്കേഷൻ വലിയൊരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എഡ്യൂക്കേഷൻ. അപ്പം ഏതൊരു കാലഘട്ടത്തും ഏതൊരു രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്താലും ദ ബേസിക് പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയെ രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ, നമ്മുടെ എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക, നമ്മളെ ഒരു കൾച്ചർഡ് പേഴ്സൺ ആയിട്ട് വാർത്തെടുക്കുക, നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ മെയിൻ പർപ്പസ്. നമ്മൾ പഠിക്കുന്ന കാര്യം ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി സൊസൈറ്റിയിലും എക്കോണമിയിലും എന്തൊക്കെ മാറ്റം കൊണ്ടുവരുത്താം എന്ന് പറയുന്നതാണ് എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിനി അറ്റ് ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ജൂൺ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ എന്താണെന്ന് ആദ്യം എഴുതണം. എഡ്യൂക്കേഷൻ കൊണ്ട് എക്കോണമിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് വന്നതെന്ന് അത് രണ്ടും കൂടെ ഇന്റർ കണക്ട് ചെയ്ത് വേണം ഇവിടെ എഴുതാനായിട്ട്. ആ തിയറീസ് നമ്മൾ പറഞ്ഞ ബ്രൗൺ 24 തിയറീസ് ഒക്കെ കൂടെ പറഞ്ഞ് എഴുതി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. യുനെസ്കോ റിപ്പോർട്ട് ടൈറ്റിൽ ലേണിംഗ് ട്രഷർ വിത്തിൻ ദ സ്പെഷ്യൽ റെഫറൻസ് ടു എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷനും ലേണിംഗും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിക്കുന്നത്. എഡ്യൂക്കേഷനും ലേണിംഗും എപ്പോഴും ഡിഫറെന്റ് ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലബസിൽ നിന്ന് കിട്ടുന്ന അറിവ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ലൈഫിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. അപ്പം ആ ഒരു ഇന്റർ റിലേഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്സ്, അതിപ്പോ നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എഡ്യൂക്കേഷനും പൊളിറ്റിക്സും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഡിസൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പ്രോസസ് എല്ലാം അവിടെ എഴുതണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഹൗ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻഫ്ലുവൻസ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. അല്ലെ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് എഡ്യൂക്കേഷന്റെ പോളിസീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു പോളിസി ഉണ്ടാക്കുന്നു, അവർ പാർലമെന്റിൽ വെക്കുന്നു, അത് പാസ്സാവുന്നു, അത് പോളിസി ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചേഞ്ച് കൊണ്ടുവന്ന പോളിസി അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കി ഉള്ള എല്ലാ അധികാരവും പൊളിറ്റിക്കൽ പാർട്ടീസിനാണുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസിന് ബിൽ പാസ്സാക്കുന്നതിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഒരു പോളിസിക്ക് മാറ്റം വരുത്തുന്നതിലും അവർക്ക് ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.